ഇന്ന് റോണീസ് കിച്ചണിൽ നമുക്ക് ഒരു അടിപൊളി പഴംപൊരി ഉണ്ടാക്കാം. ഈ പഴംപൊരി ഉണ്ടാക്കിയിരിക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ്. ഇവിടെ ഞാൻ 1/4 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1/4 കപ്പ് ഗോതമ്പ് പൊടിക്കകത്തേക്ക് ഞാൻ 1/4 ടീസ്പൂൺ ഈസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിനകത്തേക്ക് 1/2 കപ്പ് വാട്ടർ ഉപയോഗിച്ച് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ പരുവത്തിലാണ് നമ്മളത് മിക്സ് ചെയ്ത് ഏകദേശം 1.5 മണിക്കൂറെങ്കിലും മിനിമം നമ്മൾ വെക്കുക. അപ്പോൾ തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം, പക്ഷേ നമുക്ക് വെക്കാൻ പറ്റിയെങ്കിൽ അത്രയും നല്ലതാണ്. അതിനുശേഷം ഞാനിവിടെ 2 പഴമാണ് കാണിച്ചിരിക്കുന്നത്. മിനിമം 4 പഴം വരെ നമുക്ക് ഈ ബാറ്റർ വെച്ചിട്ട് ഉണ്ടാക്കാം. ഞാനിപ്പോൾ 4ആയിട്ടാണ് ഒരു പഴം മുറിച്ചേക്കുന്നത്. അതിനുശേഷം ഞാനിതിൻ്റെ അകത്തേക്ക് കുറച്ച് എള്ള ആഡ് ചെയ്യുന്നുണ്ട്. 1.5 ടീസ്പൂൺ എള്ള ആഡ് ചെയ്യുന്നുണ്ട്. കറുത്ത എള്ളാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, ചിലർക്കൊക്കെ ഇഷ്ടമാണിത്. ചില സ്ഥലത്തൊക്കെ ഇത് ഉണ്ടാക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ഇതിനകത്തേക്ക് ഇടുക. ഒരു പഴം 4ആയിട്ടാണ് ഞാൻ മുറിച്ചിരിക്കുന്നത്. ഇതിനകത്തേക്ക് ഞാൻ എണ്ണ ഒഴിക്കാം. നിങ്ങൾക്ക് ഒലിവ് ഓയിലോ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. നന്നായി ഫ്രൈ ചെയ്യാൻ മാത്രമുള്ള എണ്ണ നമ്മൾ ഒഴിക്കുക. അതിനുശേഷം നന്നായി തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. നന്നായിട്ട് എണ്ണ തിളച്ച് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് നമ്മുടെ പഴം ആ ബാറ്ററിൽ മുക്കി നമുക്കിതിനകത്തേക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് കഴിഞ്ഞ് രണ്ട് വശവും നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നന്നായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് എടുത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പാത്രത്തിലേക്ക് നമുക്കിത് മാറ്റാവുന്നതാണ്. കുറച്ചും കൂടെ മുരിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ മുരിഞ്ഞ രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. ഞങ്ങൾക്ക് ഈ ഒരു രീതിയിലാണ് ഇഷ്ടം. എല്ലാവർക്കും ഇഷ്ടമുള്ള പോലെ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. വളരെ നല്ലതാണ്. ഇതിനകത്ത് ഷുഗറില്ല, ഇതിനകത്ത് കളർ ആഡ് ചെയ്തിട്ടില്ല. ഗോതമ്പ് പൊടിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന. ഒലിവ് ഓയിലാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ.